ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ചെറിയ പെരുന്നാളിന്റെ ആ നിറവിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആദ്യം തന്നെ ഈദ് മുബാറക്. പെരുന്നാൾ ആഘോഷമൊക്കെ കാര്യമായി അവിടെ നടക്കുകയായിരിക്കുമല്ലോ അല്ലേ ഇപ്പോൾ? ഈദ് മുബാറക് എല്ലാവർക്കും, റിപ്പോർട്ടറിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ഈദ് മുബാറക്. അവിടെ പാണക്കാട്ടെ വീട്ടിൽ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. പെരുന്നാളിന്റെ അതെ, പണക്കാട് വീട്ടിൽ മാത്രമല്ല, പണക്കാട് നാട്ടിൽ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങ് എന്നാൽ പള്ളികളിലെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവരും പുറത്ത് വന്നു. ഇനിയിപ്പോൾ ബന്ധുവീടുകളിലൊക്കെ സന്ദർശിക്കും. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു പള്ളിയുടെ ഞങ്ങളുടെ ഒരു തറവാട് വീടുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ തറവാട് വീട്ടിൽ സന്ദർശിച്ച് പിന്നെ മറ്റു വീടുകളിലേക്കൊക്കെ പോകും. ഗൃഹാതുരത്വത്തിൻ്റെ അതെ, ആദ്യ മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പങ്കുവെപ്പാണല്ലോ. ഇപ്പോൾ ഒരു മാസം മുഴുവനും വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മീയമായിട്ടുള്ള ചൈതന്യമുണ്ട്. ഹൃദയശുദ്ധീകരണവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ശുദ്ധീകരണം, ആത്മശുദ്ധീകരണം. അപ്പോൾ ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് പെരുന്നാളുകൾ കടന്നു വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ആ പെരുന്നാളിൽ നമുക്ക് പിന്നെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മധുരം വിളമ്പുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ ഒരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഒരു ആഘോഷത്തിലാണുള്ളത്. പിന്നെ ഇപ്പോൾ മറ്റൊന്നുള്ളത്, ഇപ്പോൾ പെരുന്നാൾ ഇമാമ്, ഇപ്പോൾ പള്ളിയിലെ ഇമാമ്, പള്ളിയിലെ എല്ലാ ഇമാമുമാരും ഇപ്പോൾ ഇന്ന് അവരുടെ കുത്തുബ പ്രസംഗങ്ങളിൽ പറഞ്ഞത് ലോകത്തെ അസമാധാനത്തിലും അശാന്തിക്കും ഇതിനൊക്കെതിരെ പ്രാർത്ഥനാ നിർഭരമായി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പലസ്തീൻ സമൂഹത്തിൽ അവിടെ നരനായാട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അതെ, പെരുന്നാൾ ദിനത്തിൽ പോലും അവിടെ ഇസ്രായേലിൻ്റെ ക്രൂരത ലോകത്തെ തന്നെ ഞെട്ടിച്ച രീതിയിലാണ്, വേദനിപ്പിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ അവർക്ക് ശക്തി പകരുന്നതിനുള്ള, അതായത് അവിടുത്തെ ഫലസ്തീൻ സമൂഹത്തെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് മോചിപ്പിക്കാനുള്ള പ്രാർത്ഥനകളിലൂടെ ആ പ്രാർത്ഥനകൾ ഈ പെരുന്നാൾ ദിനത്തിൽ നടത്തണം എന്നും ഇമാമുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വർത്തമാനകാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അതിവ്യാപനം, ആ വ്യാപനത്തിന് അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധവുമായിട്ട്, ലഹരിക്കെതിരെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാനും മഹല്ലുകളുടെ നേതൃത്വത്തിൽ തയ്യാറാകണം എന്നുള്ള ആഹ്വാനം പൊതുവെ എല്ലാ പള്ളികളിലും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്കൊപ്പം പാണക്കാട് കുടുംബാംഗം മുനവർ അലി ശിഹാബ് തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ഈ ലഹരിക്കെതിരായ പോരാട്ടം അത് കൂടുതലായി നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ നിലവിൽ? അത് സമൂഹം മുഴുവനും ഏറ്റെടുക്കേണ്ടതാണ്. ലഹരി എന്നുള്ളത് എല്ലാവരും സാധാരണ വിചാരിക്കുക എൻ്റെ വീട്ടിൽ ലഹരിയില്ലല്ലോ, എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ സമാധാനപ്പെടുമ്പോഴും വരുന്ന വാർത്തകൾ അതിൻ്റെ വിരുദ്ധമാണ്. ഓരോ വീടുകളിലും അത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള പോരാട്ടം എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. ഓരോ പിതാവും ഏറ്റെടുക്കണം, ഓരോ മാതാവും ഏറ്റെടുക്കണം, ഓരോ വീട്ടിലെ ഓരോ അംഗവും അത് ഏറ്റെടുത്ത് സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ നന്മയുടെ തുടക്കം നമ്മൾ കുറിക്കേണ്ടത്. അങ്ങനെ ആ നന്മ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് വ്യാപിച്ചു. അതിലൂടെ മാത്രമേ നമുക്ക് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടവും ശക്തമായിട്ടൊരു പ്രതിരോധവും നിർവഹിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടണം. ഓക്കെ, വളരെ നന്ദി. ഈ തിരക്കിനിടയിലും ഒരുപാട് പേർ കാണാനൊക്കെ ഇന്നത്തെ ദിവസം അവിടേക്ക് വരും. കൊടപ്പനക്കൽ തറവാട്ടിൽ സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് തിരക്ക് ഏറുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർ കാണാനൊക്കെ വന്ന് കാത്തിരിക്കുന്നുണ്ടാവും ഇന്നത്തെ പെരുന്നാൾ ദിവസമാകുമ്പോൾ അല്ലേ? പെരുന്നാളിന്റെ ദിവസങ്ങൾ സന്ദർശകരുണ്ടാവും. വളരെ സന്തോഷം, നിങ്ങളോട് ഒത്തുചേരാൻ സാധിച്ചതിൽ സന്തോഷം. ഓക്കെ, വളരെ വളരെ നന്ദി റിപ്പോർട്ടറിനൊപ്പം പങ്കെടുത്തതിന്. ഒപ്പം പാണക്കാട്ടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും റിപ്പോർട്ടറിന്റെ സ്നേഹോഷ്മളമായ ഈദ് മുബാറക്. എല്ലാവരെയും അറിയിച്ചോളാം. എല്ലാവർക്കും ഈദ് മുബാറക് റിപ്പോർട്ടിൻ്റെ പേരിൽ നേർന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് തത്സമയം നമുക്കൊപ്പം ചേർന്നത്.